തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവനും അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവനും രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനും ആരെപ്പറ്റി ഓർക്കുന്നത് ആണ് അരോചകരം ആയിരിക്കുന്നത്? ഉത്തരം: മരണത്തെപ്പറ്റി. ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും ആരുടെ വിധിയാണ് സ്വാഗതാർഹം ആയിരിക്കുന്നത്? ഉത്തരം: മരണത്തിൻ്റെ. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത്. ഏത്? ഉത്തരം: മരണവിധി. മ്ലേച്ഛ സന്തതികൾ ആരാണ്? ഉത്തരം: പാപികളുടെ സന്താനങ്ങൾ. ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആരാണ്? ഉത്തരം: മ്ലേച്ഛ സന്തതികൾ. ആരുടെ സന്താനങ്ങളുടെ അവകാശം ആണ് നശിച്ചു പോകുന്നത്? ഉത്തരം: പാപികളുടെ സന്താനങ്ങളുടെ. പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്താണ്? ഉത്തരം: നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയം ഇല്ലാത്ത പിതാവിനെ കുറ്റപ്പെടുത്തുന്നത് ആരാണ്? ഉത്തരം: മക്കൾ. ദൈവഭയം ഇല്ലാത്ത പിതാവ് നിമിത്തം മക്കൾ അനുഭവിക്കുന്നത് എന്ത്? ഉത്തരം: നിന്ദ. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയം ഇല്ലാത്ത ജനങ്ങൾ ജനിച്ചത് എവിടേക്കാണ്? ഉത്തരം: ശാപത്തിലേക്ക്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. ആരുടെ? ഉത്തരം: അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയം ഇല്ലാത്ത ജനത്തിൻ്റെ. പൊടിയിലേക്ക് മടങ്ങുന്നത് ആര്? ഉത്തരം: പൊടിയിൽ നിന്ന് വന്നവൻ. ദൈവഭയം ഇല്ലാത്തവൻ ശാപത്തിൽ നിന്ന് പോകുന്നത് എവിടേക്കാണ്? ഉത്തരം: നാശത്തിലേക്ക്. മനുഷ്യർ വിലപിക്കുന്നത് എന്തിനെ പ്രതിയാണ്? ഉത്തരം: ശരീരനാശത്തെ പ്രതി. പേരുപോലും മാഞ്ഞു പോകുന്നത് ആരുടേതാണ്? ഉത്തരം: പാപികളുടെ. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് ഏത്? ഉത്തരം: സത്കീർത്തി. നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമാണ്, എന്നാൽ ശാശ്വതമായത് എന്താണ്? ഉത്തരം: സൽകീർത്തി. നിഗൂഢ ജ്ഞാനവും അജ്ഞാന നിധിയും എന്താണ്? ഉത്തരം: നിഷ്പ്രയോജനമാണ്. വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമായത് ആര്? ഉത്തരം: വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ. ആരുടെ മുമ്പിൽ ലജ്ജാഭരിതൻ ആകാനാണ് പറയുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിൽ 2-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം: ലജ്ജാശീലം. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം: 23. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? ഉത്തരം: 2. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം എന്താണ്? ഉത്തരം: മരണം. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏതെല്ലാം? ഉത്തരം: മരണം, ലജ്ജാശീലം.